പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തീവ്രവാദമില്ലാത്ത രാജ്യങ്ങളുടെ ആഗോള പട്ടികയിൽ UAEയും എത്തിപ്പെട്ടിരിക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രാജ്യമാണ് UAE എന്ന ലോക ഭീകരവാദ സൂചിക വ്യക്തമാക്കിയതായി നാഷണൽ മീഡിയ കൗൺസിൽ അറിയിക്കുകയുണ്ടായി. ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുണ്ടാക്കിയ 163 രാജ്യങ്ങളുടെ പട്ടികയിൽ 130ാം സ്ഥാനമാണ് UAEക്കുള്ളത്. ആർക്കും സ്വപ്നം കാണാത്ത വിധം മുന്നിൽ തന്നെ കുതിക്കുകയാണ് UAE. ഓരോ രാജ്യത്തും നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങൾ, മരണം, മറ്റ് നാശനഷ്ടങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സൂചിക രൂപപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ 10ലുള്ളത്. പട്ടികയിൽ 130ാം സ്ഥാനത്തുള്ള UAE അപൂർവമായി മാത്രം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്ന വിഭാഗത്തിലാണ്. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കുകളിൽ 2018 15% കുറവാണ് 2019 രേഖപ്പെടുത്തിയത്. 98ഓളം രാജ്യങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തോത് കുറഞ്ഞിട്ടുമുണ്ട്. ആഗോളതലത്തിൽ 38% തീവ്രവാദ വർണ്ണങ്ങൾക്ക് പിന്നിലും താലിബാനാണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. ഇതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് UAE ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണെന്ന് നാഷണൽ മീഡിയ കൗൺസിൽ ഡയറക്ടർ ജനറൽ മൻസൂർ അൽ മൻസൂരി പറയുകയുണ്ടായി. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ, സിറിയ, പാകിസ്ഥാൻ, സൊമാലിയ, ഇന്ത്യ, യമൻ, ഫിലിപ്പൈൻസ്, കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് തുടങ്ങിയവയാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നാശം വിതച്ച രാജ്യങ്ങളെന്നത്. അങ്ങനെ വിദ്യാഭ്യാസം, ആരോഗ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ലോകത്തിലെ മറ്റേത് മുൻനിര രാഷ്ട്രത്തോടും ചേർത്ത് നിൽക്കുന്ന വികസനമാണ് UAE നടന്നു വരുന്നത് തന്നെ. 1971 ഡിസംബർ 2 അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ, ഉമ്മുഖുവൈനിൽ എന്നീ എമിറേറ്റുകളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന ഒരു പേരിൽ ചേർത്ത് നിർത്തുമ്പോൾ മണൽക്കൂനകളും കടൽ തീരങ്ങളും മാത്രമുള്ള ഒരു മേഖലയായിരുന്നു ഇത്. ഫെബ്രുവരി 10 റാസൽ ഖൈമ കൂടി UAEക്ക് കീഴിൽ വരികയും 7 എമിറേറ്റുകൾ ഒരു പതാകയ്ക്ക് കീഴിലാവുകയും ചെയ്തു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന ദീർഘദർശിയായ നേതാവിന്റെ നേതൃത്വത്തിൽ UAE പിന്നീട് സാധ്യതകൾ തേടിയുള്ള പ്രയാണത്തിൽ എത്തിച്ചേരുകയായിരുന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ മരുഭൂമിയിൽ തന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഷെയ്ഖ് സായിദ് നടത്തിയ തേരോട്ടം ഐതിഹാസികമായിരുന്നു. മറ്റു രാജ്യക്കാരും സഞ്ചാരികളും തിരിഞ്ഞു നോക്കാതിരുന്ന ഭൂപ്രദേശത്തെ ഒരു മാന്ത്രികന്റെ മെയ്വഴക്കത്തോടെ ഷെയ്ഖ് സായിദ് ഉഴുതുമറിച്ചു. 5 ദശാബ്ദം കൊണ്ട് UAE ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രമാക്കി വളർത്തി. 5 വൻകരയിലെയും ജനങ്ങൾ ഈ ഉഷ്ണഭൂമിയിലെ ഏത് കാലാവസ്ഥയിൽ പറന്നിറങ്ങാൻ തുടങ്ങി. ഭാഷയും വേഷവും രൂപവും ഭാവവും മതവും ജാതിയും നോക്കാതെ എല്ലാവരെയും അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കടലിലൂടെ ചരക്കുകളും ആകാശം വഴി ജനങ്ങളും UAEയിലേക്ക് പ്രവഹിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, വാണിജ്യം, വ്യാപാരം, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും വിസ്മയകരമായ പുരോഗതി കൈവരിക്കുകയുണ്ടായി. UAEയിലെത്തുന്ന ഓരോ വ്യക്തിക്കും ഇത് സുരക്ഷിതത്വത്തിന്റെ രാജ്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളും വ്യക്തമാക്കുന്നത്. പ്രവാസികളെ നെഞ്ചോട് ചേർക്കുന്ന, അതോടൊപ്പം തന്നെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അത് UAE മാത്രമാണെന്ന് എടുത്തു പറയാം. ലോകരാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന UAEയിൽ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവർ അധിവസിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം ദേശം പോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും UAE ലഭ്യമാക്കുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും ഫിലിപ്പീൻസിന്റെയും ദേശീയ ദിനങ്ങൾ പോലും UAE ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകാ രാഷ്ട്രമായുള്ള വളർച്ചയ്ക്ക് പിറകിൽ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ ശക്തമായ നേതൃത്വം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.